നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാപങ്ങൾ തീർക്കാൻ വേണ്ടി ചവിട്ടുന്ന മലയാണ്. അമ്മ ഇതാരോടും പറയണ്ട. അച്ഛന്റെ മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. അച്ഛൻ, ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരവർ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ എൻ്റെ സാഹചര്യം അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞു. അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നീ അതിന് മറുപടിയും തന്നു. അതോടെ തീർന്നു. അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതിലെന്ത് തെറ്റിദ്ധാരണ? ആളുകൾ കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കുന്നതാണ് ശരി. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എന്നോട് മിണ്ടണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും നേരം നിന്നോട് മിണ്ടുകയായിരുന്നില്ലേ? മിണ്ടാതിരിക്കാനും കാണാതിരിക്കാനും എനിക്ക് പറ്റില്ല. എനിക്ക് നീയല്ലാതെ ആരാളുള്ളത്? എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ഒരുപോലെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോ പൊരുത്തപ്പെടണം. ഞാനിത് പൊരുത്തപ്പെട്ടു. മോള് ചെല്ല്. മോളെ, അച്ഛന് നല്ല വിഷമായി. ഞാനത് ഏതവസ്ഥയിലാണ് പറഞ്ഞെന്ന് അച്ഛനറിയില്ലല്ലോ. അച്ഛനെ ചിന്തിക്കുമ്പോ ഞാൻ നല്ലൊരു വീട്ടിൽ താമസിക്കുന്നു, അവിടുത്തെ സൗകര്യങ്ങൾ അനുഭവിക്കുന്നു. അവിടെ അച്ഛൻ എനിക്കൊരു കുറവോ ഭാരമോ ഒക്കെ ആവുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയല്ലേ അച്ഛന് തോന്നും? പെട്ടെന്ന് കേട്ടപ്പോ അച്ഛന് ചെറിയൊരു സങ്കടം തോന്നിയിട്ടുണ്ടാവും. അല്ലാതെ മോളെ കുറിച്ച് ആവശ്യമില്ലാത്ത ചിന്തയൊന്നും അച്ഛനുണ്ടാവില്ല. എന്നാലും ഞാൻ ചെയ്തത് പാപമല്ലേ അമ്മേ? ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത പാപം. എനിക്കിതിന് പരിഹാരം ചെയ്യണമേ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ജീവനോട് അമ്മ പറഞ്ഞാ മതി. അമ്മ കൂടി വരാം. വേണ്ട, തനിച്ചു മതി. ഞാൻ യക്ഷമലയിലേക്കാ പോകുന്നത്. യക്ഷിമലയോ? അതെവിടെയാ? ഇവിടെ അടുത്ത. പാപങ്ങൾ തീർക്കാൻ വേണ്ടി ചവിട്ടുന്ന മലയാണ്. മോളെ, അമ്മ ഇതാരോടും പറയണ്ട. അച്ഛന്റെ മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമേ. ശരി.
ഏയ്, ഇനി മുന്നോട്ട് പോരുത്. അവിടെ നിൽക്ക. തിരിച്ചിറങ്ങാനാ പറഞ്ഞത്. അബദ്ധം കാണിച്ചാലേ സ്വന്തം ജീവനായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. നഷ്ടപ്പെട്ടോട്ടെ, എന്റെ ജീവനിപ്പോ ഞാൻ അത്രയും വിലയെ കൽപ്പിക്കുന്നുള്ളൂ. അവിടെ നിൽക്ക. അവിടെ നിൽക്കാൻ. നിൽക്കാനാ പറഞ്ഞത്. നിൽക്കാൻ പറഞ്ഞില്ലേ? എങ്ങോട്ടായി പോന്ന? നിൽക്കും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെല്ലുമ്പോ അനുഭവ സമ്പന്നരായ ആൾക്കാർ പറഞ്ഞു തരും. അത് പാലിക്കുന്നതാ നല്ലത്. ഈ മലയുടെ ഉച്ചയിലിരിക്കുന്ന നിക്ഷേമം കാവില് ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് കയറി എത്താൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഈ ശ്രമമൊക്കെ ഉപേക്ഷിച്ച് താഴെ ഇറങ്ങാൻ. ഞാൻ എന്തിനീ മല ചവിട്ടുന്നത്? എന്റെ മനസ്സിലെ ആഗ്രഹം യക്ഷിയമ്മ എനിക്ക് സാധിച്ചു തരും. എന്റെ മനസ്സിലെ ആഗ്രഹം എന്താന്ന് ഹരിക്കറിയാലോ. ഞാൻ ഇതിന്ന് പിന്തിരിയില്ല. കാരണം എന്താണോ, ഞാനൊരു അപകടത്തിലേക്ക് നടന്നു കയറുന്നെന്ന് ബോധ്യപ്പെട്ടപ്പോ ഹരി ഓടി വന്നല്ലോ. അത് യക്ഷമ്മയുടെ ശക്തിയുടെ തെളിവല്ലേ? ഞാൻ ഓടി വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നാടറിയാത്ത ഒരാള് ഇതിന്റെ മുകളിൽ ചത്ത് കിടന്ന അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവൂലെന്ന് കരുതിയിട്ടാ. ആണോ? എങ്കില് തിരിച്ചു പൊക്കോ. ഞാനിത് പൂർത്തിയാക്കും. ഇനി ചാകേണ്ടി വന്നാലും. പറയുന്നതിൽ എനിക്കൊരു പരിമിതിയുണ്ട്. താഴേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.